പ്രൈമിന്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സിൽ ഒരു സൈഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അതായത് സ്പ്ലിറ്റ് കമ്പനി ഡേറ്റ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ആണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ശാലിനി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും. അപ്പൊ നമുക്ക് എങ്ങനെ ടാലി പ്രൈമിനകത്ത് ബാക്കപ്പും റീസ്റ്റോറും എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാലി പ്രൈമിന്റെ ടോപ്പ് ബാറിൽ Alt Y എന്ന് പറയുന്ന ഈ കീ പ്രസ് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിടുക. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കമ്പനിയെ ബാക്കപ്പ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം? പല കാരണങ്ങളാലും നമുക്ക് കമ്പനിക്ക് ഡേറ്റ ലോസ് സംഭവിക്കാം. വൈറസ് അറ്റാക്ക് കൊണ്ടും ഹാർഡ് ഡ്രൈവ് ക്രാഷ് കൊണ്ടൊക്കെ നമുക്ക് ഡേറ്റ ലോസ് സംഭവിക്കാം. അത് അത്തരത്തിലുള്ള ഡേറ്റ ലോസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനിയുടെ ഡേറ്റയെ ബാക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ബാക്കപ്പ് ചെയ്യാനായിട്ട് Alt Y പോവുക, മുകളിലായിട്ട് ടോപ്പ് ബാറിൽ Alt Y പ്രസ് ചെയ്യുക. അതിൽ ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി ഡേറ്റയിൽ വരുന്നതാണ് ബാക്കപ്പ്. റീസ്റ്റോർ, സ്പ്ലിറ്റ്, ഡേറ്റ പാത്ത്, അതിൽ നമ്മൾ സ്പ്ലിറ്റ് കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്ത് കാണും. ഈ ഡെസ്റ്റിനേഷൻ പാത്ത് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ ഡേറ്റ പാത്ത് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് Alt Y തന്നെ പോയിട്ട് ഇവിടെ കോൺഫിഗർ ഡേറ്റ പാത്ത് എടുക്കുക. ഡേറ്റ പാത്ത് കോൺഫിഗറേഷന്റെ ഈ വിൻഡോ വരും. ഇവിടെ കമ്പനി ഡേറ്റ പാത്ത് ഓൾറെഡി ഇവിടെ കാണും. അതായത് നമ്മുടെ ടാലി പ്രൈം ഏത് പാത്തിലാണ്, ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡേറ്റ പാത്ത് ഇവിടെ ഷോ ചെയ്യും. തൊട്ട് താഴെയായിട്ട് കമ്പനി ബാക്കപ്പ് പാത്ത് എന്ന് പറഞ്ഞ് ഉണ്ടാകും. ഈ ബാക്കപ്പ് പാത്ത് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്പെസിഫൈഡ് പാത്ത്, സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞ ഈ രണ്ട് ഏരിയ ഇവിടെ ഉണ്ടാവും. ഇതിൽ സ്പെസിഫൈഡ് പാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പാത്ത് മെൻഷൻ ചെയ്യാം. അതായത് സ്പെസിഫൈഡ് പാത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ D:/D ഡ്രൈവിനകത്ത് ടാലി 123 എന്ന് പറഞ്ഞൊരു ഫോൾഡർ, ഒരു പാത്ത്, ഡേറ്റ പാത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഡു യു വോണ്ട് ടു ക്രിയേറ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പോൾ ഈ D:/Tally 123 ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നിലവിലില്ല, കുഴപ്പമില്ല, ഇങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ടാലി പറയുന്നത്. അപ്പൊ നമ്മൾ S കൊടുക്കുക. അപ്പൊ ഈ ഒരു ഡേറ്റ പാത്തിലോട്ടായിരിക്കും നമ്മുടെ കമ്പനിയുടെ ബാക്കപ്പ് പാത്ത് ഇനി മുതൽ കണക്കാക്കപ്പെടുന്നത്. ഇത് ഒരു രീതി. ഇതല്ലാതെ നമുക്ക് സെലക്ട് ഫ്രം ഡ്രൈവ് എടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഡേറ്റ പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഡ്രൈവിലാണോ, ഏത് ഡ്രൈവിൽ നിങ്ങൾക്കൊരു ഫോൾഡർ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡറിലോട്ടാണ് നിങ്ങളുടെ കമ്പനിയുടെ ഡേറ്റ ബാക്കപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ടാലി പ്രൈമിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടാലി ERP 9 ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏത് പാത്തിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ D ഡ്രൈവിൽ വേണമെങ്കിൽ നമുക്ക് ടാലി പ്രൈമിനകത്ത് തന്നെ ഒരു ഡേറ്റ പാത്ത് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ പാത്തിലോട്ട് നമ്മുടെ കമ്പനിയെ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ പുതുതായിട്ടൊരു പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കമ്പനി ബാക്കപ്പ് പാത്ത് D:/Tally 123 എന്ന് പറഞ്ഞ ഒരു പാത്ത് സെറ്റ് ചെയ്തു. ഇതേ പാത്ത് വേണമെങ്കിൽ നമുക്ക് എവിടെ പോയി ചെയ്യാം? ഇതിന് മുന്നേ ആയിട്ട്, ഈ പാത്ത് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് D ഡ്രൈവിനകത്തും നമുക്ക് ഓൾറെഡി തന്നെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡേറ്റ പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത്രയും നമുക്ക് ടൈം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഡേറ്റ പാത്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ബാറിൽ Alt Y ഡേറ്റ എടുക്കുക, ബാക്കപ്പ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കൊടുത്ത കോൺഫിഗർ ചെയ്ത ഡേറ്റ പാത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് കിടക്കും. ഇവിടെ വേണമെങ്കിലും നമുക്ക് ഡേറ്റ പാത്ത് സ്പെസിഫൈ ചെയ്യാം, ഡ്രൈവിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ബാക്കപ്പ് ഡെസ്റ്റിനേഷൻ പാത്തിനകത്ത് പാത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഏത് കമ്പനിയാണോ നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് ആ കമ്പനിയെ സെലക്ട് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ബാക്കപ്പ് എടുത്തു വെക്കുന്നത്. ബാക്കപ്പ് ചെയ്തിട്ട് ഈ കമ്പനിയുടെ ഡേറ്റ പാത്ത് എങ്ങനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് വീണ്ടും മൈ കമ്പ്യൂട്ടർ പോവുക, D ഡ്രൈവ് എടുക്കുക. D ഡ്രൈവിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പൊ ടാലി ലോക്കൽ D ഡ്രൈവിനകത്ത് ടാലി 123 ആണ് ഞാനിപ്പോൾ ഡേറ്റ പാത്തായിട്ട് സെറ്റ് ചെയ്തത്. ഇപ്പൊ ടാലി 123 ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TBK 900
അണ്ടർസ്കോർ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇതിന്റെ ഫോർമാറ്റ് പോകുന്നത്. TBK ഫയലായിട്ടാണ് ബാക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും കൺവേർട്ട് ആകുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കമ്പനിയുടെ ഡേറ്റ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കമ്പനി അങ്ങ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആ ബാക്കപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഓൾട്ട് കെ കമ്പനി വന്ന് ഓൾട്ടർ എടുത്ത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇതിന്റെ ഒരു പ്രയോറിറ്റി മനസ്സിലാവും. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴത്തേക്കും കമ്പനി ഇവിടുന്ന് പോയി, കമ്പനി ഇല്ല. പക്ഷെ നമ്മൾ കമ്പനിയെ സുരക്ഷിതമായിട്ട് ഒരു ഫോൾഡറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതിന് തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾട്ട് വൈ പ്രസ് ചെയ്യുക, റീസ്റ്റോർ എടുക്കുക. റീസ്റ്റോർ എടുക്കുമ്പോഴത്തേക്കും സൈഡിലായിട്ട് ഏതൊക്കെ കമ്പനിയാണോ ബാക്കപ്പ് ചെയ്തിട്ടിരിക്കുന്നത്, നമ്മുടെ കമ്പനി ബാക്കപ്പ് ചെയ്തിട്ടിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ബാക്കപ്പ് ചെയ്ത കമ്പനിയുടെ ഡേറ്റാ പാത്തും കമ്പനി നെയിമും എല്ലാം ഇവിടെ സുരക്ഷിതമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ കമ്പനി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആക്സെപ്റ്റ് ചെയ്ത ഉടനെ തന്നെ കമ്പനി വരില്ല, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഒന്നുകൂടെ നമ്മൾ ടാലിയുടെ ഫയൽ ഓപ്പൺ ചെയ്തു. ഫയൽ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ബാക്കപ്പ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത കമ്പനി കറക്റ്റ് ആയിട്ട് ടാലി പ്രൈം എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിന്റെ മെയിൻ പാത്തിൽ വന്ന് കമ്പനി കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കമ്പനിയെ ബാക്കപ്പും റീസ്റ്റോറും ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കമ്പനി റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും കാരണവശാൽ കമ്പനിയുടെ ഡേറ്റ ഓപ്പൺ ചെയ്യാതെ വരികയാണെങ്കിൽ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മുടെ ഇഷ്യൂന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു 100% ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്യൂന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ഡേറ്റയെ റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് കമ്പനി ഡേറ്റയെ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അതായത് കമ്പനി ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ബാക്കപ്പ് ഒക്കെ ചെയ്താണ്, പക്ഷെ കമ്പനി ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചതിന്റെ ഒരു ഡൗട്ടാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്യുന്നത്. ടാലി പ്രൈമിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ F1 ഹെൽപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് റിപ്പയർ എടുക്കുക. ഇനി ERP 9 താങ്കൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടാലിയിലോട്ട് കടക്കുമ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്നുകൊണ്ട് തന്നെ Ctrl+Alt+R പ്രസ് ചെയ്യുക. Ctrl+Alt+R പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇതേപോലെ തന്നെ കമ്പനി സെലക്ട് ചെയ്യുക. അപ്പൊ ടാലി ERP 9 ഇങ്ങനെ മെസ്സേജ് വരില്ല. Ctrl+Alt+R കൊടുക്കുമ്പോഴത്തേക്ക് റീറൈറ്റ് എന്നായിരിക്കും അവിടെ കാണിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ടാലി പ്രൈമിലാണെങ്കിലും നമുക്ക് Ctrl+Alt+R എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഇതുപോലെ തന്നെ റിപ്പയർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. റിപ്പയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക 100% നമുക്കിത് ഉറപ്പ് തരുന്നില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇഷ്യൂ. അത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ റിപ്പയർ കമ്പനി എന്ന് പറയുന്ന ഈ ഒരു വിൻഡോ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡേറ്റ പാത്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. ഇനി ബാക്കപ്പ് കമ്പനി ഡേറ്റ ബിഫോർ റിപ്പയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇൻ കേസ് ഈ കമ്പനി നമ്മൾ ബാക്കപ്പ് പോലും ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് മാറ്റി കമ്പനി ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കുക. അത്രയെങ്കിലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിപ്പയർ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് വരും. അപ്പൊ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക.